ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. കുറേ ദിവസമായി കേസ് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇത്തിരി തിരക്കിലായി പോയി കേസ്. അതുകൊണ്ടായിരുന്നു ആ ഡീറ്റെയിൽസ് പിന്നെ പറയാം. സോ ഇന്ന് മലയാളി ഫ്രം ഇന്ത്യ ഡിജോ ജോസ് ആൻ്റണി ഡയറക്റ്റ് ചെയ്ത് നമ്മൾ നിവിൻ പോളി അഭിനയിച്ച മലയാളി ഫ്രം ഇന്ത്യ ഇന്ന് റിലീസായി. സോ രാവിലത്തെ ഷോയ്ക്ക് തന്നെ പോയി. അപ്പോൾ രാവിലെ തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ ഫാൻസിന്റെ ഭാഗമായിട്ട് കുറച്ച് ചെണ്ടമേളവും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ കാണാൻ കയറി. ഏകദേശം 2 മണിക്കൂർ 38 മിനിറ്റ്, ടു ബി പ്രിസൈസ് 2 മണിക്കൂർ 38 മിനിറ്റ് ലെങ്തി ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവി ആക്ച്വലി. പടം കൊള്ളായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി. ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു ഒരു 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 ഗസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി ഒരു കോമഡി മൂവി ആയിരിക്കത്തില്ല എന്നൊരു ഗസ് എനിക്ക് ഉണ്ടായിരുന്നു. ഡിജോയുടെ മുന്നത്തെ പടങ്ങൾ, ഒന്ന് ക്വീൻ, പിന്നെ നമ്മളെ ജനഗണമന സിനിമയൊക്കെ ഈ പറഞ്ഞ സോഷ്യൽ ഇമ്പാക്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇതിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ഗസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മെസ്സേജസും 2-3 ത്രെഡുകളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. എനിക്ക് തോന്നിയ എൻ്റെ ചില അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പടമാണ്. സോ അതിൽ അത്രയും ലെങ്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് പല ഭാഗങ്ങളിലായിട്ട് ഫീൽ ചെയ്തു. കുറേ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഉള്ള കുറച്ച് സോഷ്യൽ ആൻഡ് റിലീജിയസ് കാര്യങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടും ഈ ദേശസ്നേഹം കുറെ ഫോക്കസ് ചെയ്തിട്ടും ഒക്കെ ഉള്ള ഒരു പടമാണ്. പിന്നെ ഒരുപാട് നല്ല കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കാസ്റ്റിംഗ് ആണ് പടത്തിലുള്ളത്. ഒരുപാട് താരസംഭൂഷണമല്ല, എന്നാലും ഉള്ള ആർട്ടിസ്റ്റുകളെല്ലാം ആക്ച്വലി അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള റോൾസ് തന്നെയാണ് പടത്തിനകത്ത് വന്നിരിക്കുന്നത്. സോ ഇതിൽ സ്റ്റോറിയുടെ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും ഒരു നാട്ടുമ്പുറത്തെ 2 കൂട്ടുകാർ, അതായത് നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസും, അവർ ശരിക്കും നാട്ടിൽ ശരിക്കും ഒരു ജോലിയും ചെയ്യാതെ നടക്കുന്ന, ചുമ്മാ പൊളിറ്റിക്സ് ഒക്കെ കളിച്ച് നടക്കുന്ന 2 ചെറുപ്പക്കാരെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇവർ രണ്ടുപേരും ശരിക്കും കാണിക്കുന്നത് സിനിമയിൽ. അപ്പോൾ അവരുടെ അങ്ങനെ ആ ജീവിതത്തിനിടയ്ക്ക് ഉണ്ടാവുന്ന ചില പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഇഷ്യൂസ് കാരണം അവർക്ക് നാട്ടിൽ നിന്ന്, അതായത് എസ്പെഷ്യലി നിവിൻ പോളിക്ക് നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയും, അവിടെ പോയിട്ട് നിവിൻ പോളിയുടെ സ്വഭാവത്തിലും പുള്ളിയുടെ ക്യാരക്ടറിലും വരുന്ന ചേഞ്ചസും ഒക്കെയാണ് ശരിക്കും പടത്തിൽ ഷോക്കേസ് ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് നടക്കുന്ന കുറേ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള മെസ്സേജസ് കാണിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു ആവേശവും ഗൂസ്ബംസും ഒരു കയ്യടിയൊക്കെ തിയേറ്ററിൽ ശരിക്കും കിട്ടുന്നുണ്ട്. അത് കൊള്ളാം, വളരെ നന്നായിട്ട് ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെയിം സംഭവം റിപ്പീറ്റ് ആയിട്ട് പോകുമ്പോൾ അത് ഈ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൽ കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്തു. കുറച്ച് ഓവറായി പോയില്ല, ഇത്രയും കാണിക്കണമായിരുന്നോ എന്നുള്ള ഒരു സംഭവം നമുക്ക് തോന്നും. അതിപ്പോൾ പല കാര്യങ്ങളിലും ആ ഒരു റെപ്പിറ്റേഷൻ, അത് കാണിച്ച കാര്യം തന്നെ സെയിം ഒരു തീം തന്നെ വേറെ രീതിയിൽ വീണ്ടും കാണിക്കുന്നു, അത് തന്നെ വേറെ രീതിയിൽ വീണ്ടും കാണിക്കുന്നു. അപ്പോൾ കുറച്ചാകുമ്പോഴത്തേക്ക് നമുക്കൊരു റെപ്പിറ്റേറ്റീവ് ഫീൽ ശരിക്കും അതിനകത്ത് എനിക്ക് തോന്നിയിരുന്നു. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മളെ ജനഗണമന സിനിമയിൽ, ഡിജോയുടെ മുന്നത്തെ പടം നമ്മൾ പൃഥ്വിരാജ് അഭിനയിച്ച ജനഗണമന സിനിമയിൽ കോർട്ട് റൂമിലെ കുറേ സീൻസ് ഒക്കെ എനിക്ക് അന്ന് ആ സിനിമ കണ്ടപ്പോഴത്തേക്കും കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതായത് ഈ കോർട്ടിൽ ഒരു അഡ്വക്കേറ്റ് എന്ന അത്രയും ഹീറോയിസം ആ കോർട്ടിൽ അങ്ങനെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ നോർമലൈസ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എനിക്ക് ആ സിനിമയിൽ തോന്നിയിരുന്നു. അതുപോലെ കുറച്ച് ഓവർ ഡ്രാമാറ്റിക് ആയിട്ടുള്ള, അതായത് ഹീറോയിസം കാണിക്കുന്ന രീതിയിൽ കാണിച്ച് ആവേശത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊരിത്തിരി ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. കോമഡി, അതായത് പടത്തിന്റെ ആദ്യത്തെ കുറേ ഭാഗം ശരിക്കും നല്ല കുറച്ച് കോമഡീസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. തുടരെയും, അതായത് പടത്തിന്റെ അവസാനം വരെയും കോമഡീസ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ കുറേ ഭാഗത്തെ ഹ്യൂമറൊക്കെ ശരിക്കും നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് നിവിന്റെ ശരിക്കും ആ ഒരു തമാശ ഒക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പണ്ടും ഇഷ്ടമുള്ള ഈ നിവിന്റെ കുറെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പുള്ളി പല സീൻസുകളിലും ഒക്കെ ഇടുന്നത്, അതായത് ഭയങ്കര ആപ്റ്റാണ്. ആ സീനുകളിൽ പുള്ളിയുടെ നിവിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ മാത്രം ശരിക്കും നമ്മൾ ചിരിച്ചു പോകും. കുറേ കോമഡി, അങ്ങനെ കുറേ ഫ്രഷ് ആയിട്ടുള്ള തമാശകളും കാര്യങ്ങളൊക്കെ കുറേ വന്നിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ മൂവിയിൽ നിവിന്റെ അടുത്ത സുഹൃത്തായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ധ്യാന്റെ കഥാപാത്രം. ധ്യാൻ അതിൽ അത്രത്തോളം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ ആ സിനിമയിൽ ഇല്ല. ധ്യാൻ പെർഫോമൻസ് ചെയ്തിട്ടില്ല എന്നല്ല, ആ സിനിമയിലെ ക്യാരക്ടറിന് അത്രയും പെർഫോം ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും ധ്യാനിന് വന്നിട്ടില്ലായിരുന്നു. പിന്നെ മറ്റ് കാസ്റ്റിംഗിന്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ പോലും പിന്നെ വരുന്നത് അനശ്വര വരുന്നുണ്ട്, ഷൈൻ ടോം വരുന്നുണ്ട്, സലീം കുമാർ വരുന്നുണ്ട്. അനശ്വരയ്ക്കൊക്കെ കുറച്ച് നേരത്തെ സ്ക്രീൻ പ്രസൻസേ ഉള്ളൂ. അത് ശരിക്കും അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സലീം കുമാറിന്റെ റോള് കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളെ മഞ്ജു ചേച്ചിയുടെ റോള്, മഞ്ജു ചേച്ചി മുന്നേ ഉള്ള കുറേ സിനിമകളിലായിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ, എസ്പെഷ്യലി ഫാലിമിയിലൊക്കെ ചേച്ചി അതിന് മുന്നത്തെ കുറേ പടങ്ങളിലും ഗംഭീര അഭിനയമാണ്. കാരണം ശരിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറിനെ ആക്കി മാറ്റാറുണ്ട് മഞ്ജു ചേച്ചി ആ റോളിലൊക്കെ. പിന്നെ വരുന്നത് ഷൈൻ ടോമിന് ഈ പറയുന്ന പോലെ കുറച്ച്, അതായത് ഒരു 2 മിനിറ്റോ മറ്റോ അങ്ങോട്ടേ പുള്ളിക്ക് സിനിമയിൽ സീനുള്ളൂ. പക്ഷെ ആ സീനിലും പുള്ളി ശരിക്കും സ്കോർ ചെയ്യുന്നുണ്ട്. നല്ല റോളായിരുന്നു പുള്ളിക്കുള്ളത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പടത്തിന്റെ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നിവിൻ പോളി ശരിക്കും പുള്ളിക്ക് നിവിന് നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്ന
ഒരു ഹിന്ദിക്കാരൻ്റെ ക്യാരക്ടറുണ്ട്. കക്ഷി മുന്നേ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കക്ഷി ശരിക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കക്ഷിയുടെ റോൾ നന്നായിട്ട്. ആക്ച്വലി ആ കാസ്റ്റിംഗ് എല്ലാം നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ആക്ടേഴ്സും അവർക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു. സോ ആ രീതിയിലൊന്നും പടത്തിന് അങ്ങനെ ഒരു പാളിച്ച പറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും അവരുടെ റോൾസ് എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സോങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള സോങ്സ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം നമ്മളെ മനസ്സിൽ അത്രയും സ്ട്രൈക്ക് ചെയ്യുന്നതോ പിന്നീട് ഇങ്ങനെ മൂളിപ്പാടി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾ കണ്ടിട്ട് പറയുക. ആസ് എ ഹോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വൺ ടൈം തിയേറ്ററിക്കൽ വാച്ചിനുള്ള കണ്ടന്റ് എല്ലാം ശരിക്കും മൂവിക്കകത്ത് വരുന്നുണ്ട്. കുറേ നല്ല മെസ്സേജസ് ഡെലിവർ ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല ഇമോഷണൽ സീൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. നല്ല കുറച്ച് കോമഡീസ് കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും നമുക്ക് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് കോമഡീസ് ഒക്കെ ശരിക്കും പടത്തിനകത്ത് വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ. പിന്നെ ഭയങ്കര ആകാംക്ഷ ജനിപ്പിക്കുന്നതോ ഭയങ്കര സസ്പെൻസ് ആയിട്ട് വെക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ പോകുന്ന ഒരു സ്റ്റോറി ലൈൻ, നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ തന്നെ പോകുന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. അതിനൊരു പരിധി വരെ നമ്മളെ എൻഗേജ് ചെയ്യിക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ഭയങ്കര ഒരു മൂവി ആണെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകാൻ നിൽക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തമാശകളും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തമാശകളും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ പറയുക. സോ പിന്നെന്താ, അത്രയൊക്കെയാണ് ഗൈസ്. പിന്നെ അറിയാലോ, ഭയങ്കരമായിട്ട് ചൂട് കൂടി നിൽക്കുകയാണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, പറ്റുമ്പോഴൊക്കെ വെള്ളം കുടിക്കുക, ഡയറക്റ്റ് സൺലൈറ്റിൽ ഒന്നും എക്സ്പോസ്ഡ് ആവാതിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.